നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് ഘട്ടം ഘട്ടമായി വൻതോതിൽ നികുതി ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ജനറിക് മരുന്നുകളുടെ ഉൽപ്പാദനം അമേരിക്കയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്നതിനും ആഭ്യന്തര നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ അടിയന്തര നടപടിയെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പുതിയ പ്രഖ്യാപന പ്രകാരം 2026 ഓഗസ്റ്റ് 1 മുതൽ അടുത്ത 2 വർഷത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് 0% നികുതിയായിരിക്കും ഉണ്ടായിരിക്കുക. ലോകത്തിന്റെ ഔഷധശാല എന്നറിയപ്പെടുന്ന ഇന്ത്യയെ ഈ തീരുമാനം കാര്യമായി ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാനുമായുള്ള യുദ്ധത്തിനായി അമേരിക്കയ്ക്ക് ഇതുവരെ $37.5 ബില്യൺ ചെലവായെന്ന് വെളിപ്പെടുത്തൽ. ഫണ്ട് അനുവദിക്കുന്ന സെനറ്റ് സമിതിക്ക് മുന്നിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്താണ് കണക്കുകൾ വെളിപ്പെടുത്തിയത്. മെയ് മാസത്തിന് ശേഷം $8 ബില്യൺ അധികമായി ചെലവായത്. അടിയന്തരമായി കൂടുതൽ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ സൈനിക പരിശീലനം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന് ഹെഗ്സെത്ത് മുന്നറിയിപ്പ് നൽകി. അധിക ഫണ്ട് ആവശ്യത്തെ മിക്ക ഡെമോക്രാറ്റുകളും എതിർത്തു. റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. അതിനിടെ ഇറാൻ അമേരിക്കയുമായി ചർച്ച നടത്താൻ താൽപര്യം കാട്ടുന്നുവെന്ന അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്രമായി കരുതപ്പെടുന്ന മേഖലകളിൽ ഉടൻ കനത്ത ആക്രമണം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മലയാളിയും. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിലെ സീനിയർ മാനേജറായ ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനെയാണ് കാണാതായത്. 16 വർഷമായി NHPC ഉദ്യോഗസ്ഥനാണ് അനീഷ്. അനീഷിന്റെ കുടുംബാംഗങ്ങൾ അപകടസ്ഥലത്തേക്ക് തിരിച്ചു. ഹരിയാനയിലിരുന്ന അനീഷ് 7 മാസം മുൻപാണ് സിക്കിം യൂണിറ്റ് മാനേജറായി സ്ഥലം മാറ്റം ലഭിച്ചത്. ഹരിയാനയിൽ കുടുംബസമേതമായിരുന്നു അനീഷ് താമസിച്ചിരുന്നത്. അനീഷിന് സ്ഥലം മാറ്റം ലഭിച്ചതിനെ തുടർന്ന് ഭാര്യയും മക്കളും നാട്ടിലേക്ക് വരികയായിരുന്നു. ഭാര്യയും ഭാര്യയുടെ സഹോദരനും അനീഷിന്റെ സഹോദരനുമാണ് സിക്കിമിലേക്ക് തിരിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ നാടകീയ സമരത്തിന് പിന്നാലെ പാർലമെന്റിലും പ്രതിഷേധം നിലപാട് കടുപ്പിക്കാൻ കോൺഗ്രസ്. പരീക്ഷാ ക്രമക്കേടുകളിലും പോലീസ് അതിക്രമത്തിലും സഭ പ്രക്ഷുബ്ധമാക്കാനാണ് നീക്കം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മോദി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സമ്മർദ്ദം ശക്തമായതോടെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കും. അതേസമയം പുതിയ സമരതന്ത്രങ്ങൾ ആലോചിക്കുകയാണ് CJP. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലീസ് അതിക്രമങ്ങളിലും പരീക്ഷാ ക്രമക്കേടുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ആലപ്പുഴയിലെ വിവാദമായ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന പരാതിയിൽ വിശദീകരണം നൽകാൻ സമയം കൂട്ടിച്ചോദിച്ച് ADGP MR അജിത് കുമാർ. DGPക്ക് ഇന്നലെ നൽകിയ മറുപടിയിലാണ് ആവശ്യം. രക്ഷാപ്രവർത്തന റിപ്പോർട്ട് നൽകുമ്പോൾ വയനാട്ടിലായിരുന്നുവെന്ന് MR അജിത് കുമാർ പറയുന്നു. ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കണ്ടിട്ടില്ലെന്നും അജിത് കുമാർ വിശദീകരിക്കുന്നു. പല അന്വേഷണ ഉദ്യോഗസ്ഥരും ഓഫീസിൽ വരുമ്പോൾ കാണുക പതിവാണെന്നും SITയുടെ കണ്ടെത്തലുകൾക്കെതിരെ ADGP മറുപടി നൽകി. യാത്രാ വിവരങ്ങളുടെ പകർപ്പ് ഉൾപ്പെടെ നൽകിയാണ് മറുപടി. വിശദമായ മറുപടി തയ്യാറാക്കാനാണ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ അടക്കം വിവിധ ഇടങ്ങളിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി. മന്ത്രിമാരും MLAമാരും മുതിർന്ന നേതാക്കളും ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ വിപ്പ് ലംഘിച്ച കൗൺസിലർമാർക്കെതിരെ നിയമ നടപടി കടുപ്പിക്കാൻ കോൺഗ്രസ്. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ സാധ്യത തേടി കൗൺസിലർമാരെ അയോഗ്യരാക്കാനുള്ള നടപടികൾ എടുക്കും. പാർട്ടി വിപ്പ് ലംഘിച്ചത് കടുത്ത അച്ചടക്ക നടപടിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിപ്പ് ലംഘിച്ച കൗൺസിലർമാരായ ബിജു മാത്യൂസ്, ലിസിക്കുട്ടി മാത്യൂസ്, രജിത പ്രകാശ്, ടോണി തൈപ്പറമ്പിൽ എന്നിവരെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. പാലാ നഗരസഭയിൽ ആകെ 26 കൗൺസിലർമാരാണുള്ളത്. പ്രതിപക്ഷത്തുള്ളത് 12 പേർ മാത്രം. ഇന്നലെ അവിശ്വാസം ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷത്തിന് പുറമെ 5 ഭരണപക്ഷ അംഗങ്ങളും ഹാജരായി. കോൺഗ്രസിന്റെ കൗൺസിലർമാരായ ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ്, ലിസിക്കുട്ടി മാത്യൂസ് എന്നിവരും നിലവിലെ വൈസ് ചെയർപേഴ്സണായ സ്വതന്ത്ര അംഗമായ രാഹുലുമാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിലെത്തിയത്.
പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴും കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും കൈവിലങ്ങ് ധരിപ്പിക്കുന്നതിൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ശിക്ഷയോ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ ഉള്ള മാർഗമായി കൈവിലങ്ങ് ഉപയോഗിക്കാൻ പാടില്ല. കൊടും കുറ്റവാളികൾക്ക് മാത്രം ഇനി കൈവിലങ്ങിട്ടാൽ മതിയെന്നും അദ്ദേഹം സർക്കുലറിൽ വ്യക്തമാക്കി. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് 13 വിഭാഗങ്ങളിൽ വരുന്ന പ്രതികളെ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് ധരിപ്പിക്കാമെന്നും കൈവിലങ്ങ് ഉപയോഗിക്കുന്നതിനു മുമ്പ് കുറ്റകൃത്യത്തിന്റെ ഗൗരവം, കുറ്റാരോപിതന്റെ പെരുമാറ്റം, സുരക്ഷാ കാര്യങ്ങൾ എന്നിവ കണക്കിലെടുക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഓണത്തിന് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുന്നതിന് മുന്നോടിയായി കമ്മീഷൻ ഇടപാടുമായി ഇടനിലക്കാർ രംഗത്ത്. കൺസ്യൂമർ ഫെഡ് വെളിച്ചെണ്ണ വാങ്ങാൻ മാത്രമായി 40 ലക്ഷം രൂപയുടെ കമ്മീഷൻ ധാരണയുണ്ടാക്കിയെന്നാണ് വിവരം. സഹകരണ സംഘങ്ങളിൽ നിന്നും മാത്രമാണ് കൺസ്യൂമർ ഫെഡ് വെളിച്ചെണ്ണ വാങ്ങുന്നത്. ടെൻഡറിലെ വില വിവരം ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോർത്തിയാണ് ഇടനിലക്കാർ ഇടപാട് ഉറപ്പാക്കുന്നത്. സപ്ലൈകോയിൽ ഡിപ്പോ മാനേജർമാർ വഴിയാണ് ഇടനിലക്കാരുടെ കച്ചവടം. വെളിച്ചെണ്ണ മാത്രമാണ് കൺസ്യൂമർ ഫെഡ് ഈ ടെൻഡർ വഴിയല്ലാതെ വാങ്ങുന്നത്. കേരളത്തിൽ ഓടുന്ന മെമു ട്രെയിനുകളിൽ കോച്ചുകൾ കുറയ്ക്കുന്നതിനും അറ്റകുറ്റപ്പണിക്ക് ട്രെയിനുകൾ അയച്ചാൽ പകരം ലഭിക്കാത്തതും തുടർക്കഥയായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ദക്ഷിണ റെയിൽവേ മെക്കാനിക്കൽ വിഭാഗം. പുതിയ മെമു ട്രെയിനുകളുടെ നിർമ്മാണം കുറവായതിനാൽ പുതിയ റേക്കുകൾ ലഭിക്കാത്തതാണ് കൊല്ലം, പാലക്കാട് മെമു ഷെഡുകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഈ വർഷം ചെന്നൈ പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ 3 മെമു ട്രെയിനുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇവ സൗത്ത് സെൻട്രൽ റെയിൽവേക്കുള്ളതാണ്. അതിനാൽ ദക്ഷിണ റെയിൽവേക്ക് കിട്ടാനുള്ള സാധ്യത വിരളമാണ്. കഴിഞ്ഞ 3 വർഷമായി മെമു ട്രെയിനുകളുടെ നിർമ്മാണം റെയിൽവേ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ശ്രദ്ധ മുഴുവൻ വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മാണത്തിലാണ്. പഞ്ചാബിലെ കപൂർത്തല കോച്ച് ഫാക്ടറിയിൽ നിന്ന് ഏതാനും മെമു ട്രെയിനുകൾ കഴിഞ്ഞ വർഷം പുറത്തിറക്കി.